ഒല്ലൂർ നിയോജകമണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ രാജൻ. വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങളുടെ കനൽ വഴികളിലൂടെ നടന്നു നീങ്ങുന്ന യുവ പോരാളി. അങ്ങനെ ഒരു പോരാളിയെ വേണം ഒല്ലൂരിലെ ജനപ്രതിനിധിയാകാൻ എന്ന് പാർട്ടി ആഗ്രഹിച്ചതുകൊണ്ടാണ് ഈ നിയോജക മണ്ഡലത്തിൽ അഭിമാനപൂർവ്വം രാജനെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. യുവജന പോരാട്ടങ്ങളുടെ മുൻനിരയിൽ എപ്പോഴും സജീവമായ സാന്നിധ്യമാണ് അഡ്വക്കേറ്റ് കെ രാജൻ. AISF മുൻ സംസ്ഥാന സെക്രട്ടറി, ഇപ്പോൾ AIYF സംസ്ഥാന സെക്രട്ടറിയും ദേശീയ വൈസ് പ്രസിഡന്റും CPI ദേശീയ കൗൺസിൽ അംഗവും. രണസ്മരണകൾ ഇരമ്പുന്ന അന്തിക്കാടിൻ്റെ വിപ്ലവ മണ്ണിൽ ജനിച്ച് ആ പൈതൃകത്തിൻ്റെ ചൂടും ചൂരുമേറ്റു വളർന്ന രാജൻ. അന്തിക്കാട് പുളിക്കൽ പരേതനായ കൃഷ്ണൻകുട്ടി മേനോൻ്റെയും രമണിയുടെയും മൂത്ത മകനായി 1973 ജനിച്ചു. അന്തിക്കാട് ഗവൺമെൻറ് LP സ്കൂളിലും ഹൈസ്കൂളിലും പ്രാഥമിക പഠനം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ബാലവേദിയിലൂടെ, ചടയൻമുറി സ്മാരകത്തിലെ KG കേളൻ ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങളിലൂടെ മനുഷ്യജീവിതമെന്ന പാഠപുസ്തകം വായിച്ചു തുടങ്ങിയ ബാല്യം. ഒരമ്മ എന്നുള്ള നിലയ്ക്ക് രാജൻ ചെയ്യണ കാര്യങ്ങളിൽ ഞാൻ പൂർണ്ണ തൃപ്തിയാണ്. കാരണം നല്ല കാര്യങ്ങളെ അവൻ ചെയ്യുള്ളൂ എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തായാലും കോളേജിൽ പഠിക്കുമ്പോഴായാലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതുണ്ടല്ലോ, അത് നല്ല കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഇനി അങ്ങോട്ടും അങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ള നല്ല വിശ്വാസമുണ്ട് എനിക്ക്. പാവപ്പെട്ടവരുടെ കണ്ണീരാണ് തുടയ്ക്കേണ്ടത്. അവരുടെ കഴിവില്ലായ്മയാണ് നമ്മൾ കാണേണ്ടത്. അത് ചൂഷണം ചെയ്യല്ല വേണ്ടത്, അതിനെ സഹായിക്കുകയാണ് വേണ്ടത് നമ്മൾ. അതിലെനിക്ക് പൂർണ്ണ സന്തോഷം. തൃശൂർ കേരളവർമ്മയിൽ പ്രീ ഡിഗ്രിയും BSCയും പൂർത്തിയാക്കുമ്പോഴേക്കും AISFൻ്റെ സജീവ പ്രവർത്തകനായി മാറി. കോഴിക്കോട് സർവകലാശാല യൂണിയൻ ജോയിന്റ് സെക്രട്ടറി, യുവജനക്ഷേമ ബോർഡ് അംഗം എന്നീ പദവികൾ വഹിച്ചു. തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷം തൃശൂർ കോടതികളിൽ അഭിഭാഷക വൃത്തി ആരംഭിച്ചെങ്കിലും പിന്നീട് മുഴുവൻ സമയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. ഭാര്യ AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായിരുന്ന മൂവാറ്റുപുഴ തൃക്കളത്തൂർ പുതുച്ചേരിയിൽ അനുപമ ഇപ്പോൾ കൊച്ചിൻ ദേവസ്വത്തിൽ ജോലി ചെയ്യുന്നു. ജീവിതത്തോടും പിന്നെ ചെയ്യുന്ന ജോലിയോടും രാജൻ കാണിക്കുന്ന സത്യസന്ധത തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. പിന്നെ സഖാക്കളായിട്ടുള്ള ഒരു സൗഹൃദം, ജീവിതത്തിലെ എളിമ എന്ന് വെച്ചാൽ ആളുകളോടൊക്കെ വളരെ നല്ല രീതിയിൽ പെരുമാറുകയും ഒരു സാധാരണ മനുഷ്യനായിട്ട് എല്ലാ പ്രവർത്തകരോടും, ഞങ്ങളുടെ എന്ന് വെച്ചാൽ ഒരു യൂണിറ്റിലുള്ള സാധാരണ പ്രവർത്തകരോട് മുതൽ എല്ലാവരോടും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി പ്രവർത്തിക്കുന്നതിന് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. മികച്ച വാഗ്മിയും എഴുത്തുകാരനുമായ രാജൻ സർവകലാശാല, കോളേജ്, സ്കൂൾ തലങ്ങളിൽ പ്രസംഗം, കഥാപ്രസംഗം, പ്രബന്ധം, കഥ, കവിതാ മത്സരങ്ങളിൽ തുടർച്ചയായി നിരവധി വർഷം ജേതാവായിരുന്നു. ലോക യുവജന സംഘടനാ പ്രതിനിധിയായും CPI ദേശീയ കൗൺസിൽ പ്രതിനിധി സംഘാംഗമായും 2 വട്ടം ചൈന സന്ദർശിച്ച രാജൻ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ലോക യുവജന മേളയിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. വിദ്യാഭ്യാസ കച്ചവടം, പെൻഷൻ പ്രായവർധന തുടങ്ങി വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങൾ, അതിരപ്പിള്ളിയുടെ പാരിസ്ഥിതിക സമരം, വൈദ്യുതി നിരക്ക് വർധന, സോളാർ, ബാർ അഴിമതികൾ തുടങ്ങി കാലിക കേരളത്തിൻ്റെ സമരമുഖങ്ങളിൽ രാജൻ എന്നും നേതൃനിരയിൽ നിന്നു. രാജൻ കേരളത്തിലെ ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ഒരു നേതാവായിട്ട് എമർജ് ചെയ്തു വന്നത് അവൻ്റെ ഒരു തീക്ഷ്ണമായിട്ടുള്ള സമരോത്സുകത കൊണ്ടാണ്. മർദ്ദനമേറ്റിട്ടുണ്ട്, പക്ഷേ ആ മർദ്ദനത്തിനെയും ഭീഷണികളൊന്നും വകവെക്കാതെ ചെറുപ്പക്കാരുടെയും നാടിൻ്റെയും സമരത്തിന് വേണ്ടിയിട്ട് അവൻ ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മായ്ക്കാനാവാത്ത ചിത്രമാണ്. പോലീസ് പീഡനത്തിൻ്റെ മായാത്ത പാടുകൾ ദേഹമാകെ ഏറ്റുവാങ്ങിയ ചെറുപ്പക്കാരൻ, ലോക്കപ്പ്, ജയിൽവാസം, നീണ്ട നിരാഹാര സമരം, രാജനിലെ പോരാളിയെ ഇതൊക്കെ കരുത്തനാക്കി.
ദേശീയ സംസ്ഥാന ഗവേഷണ സ്ഥാപനങ്ങളുടെ ആസ്ഥാനമായ ഒല്ലൂർ നിയോജകമണ്ഡലം കോൾപ്പാടം മുതൽ വന്യജീവി സങ്കേതം വരെ നീളുന്ന വൈവിധ്യമാർന്ന മണ്ഡലം. ഒല്ലൂർ അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ഏത് മുന്നണി ജയിക്കുന്നുവോ ആ മുന്നണിയാണ് അധികാരത്തിൽ വരുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. 87-ൽ സഖാവ് പരമേട്ടൻ ജയിച്ചു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. 96-ൽ CN ജയദേവൻ ജയിച്ചു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. 2006-ൽ സഖാവ് രാജാജി മാത്യു ജയിച്ചു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. അതുപോലെ തീർച്ചയായും 2016-ൽ മെയ് മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സഖാവ് രാജൻ ജയിക്കും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. തകർന്നു കിടക്കുന്ന ജനജീവിതം, അവരുടെ പ്രതീക്ഷകൾക്ക് പുതുനാമ്പുകൾ വിരിയിക്കാൻ പ്രതീക്ഷയർപ്പിക്കാവുന്ന യുവ നേതാവ് രാജൻ എന്നും സമരമുഖങ്ങളിലെ തീജ്വാലയാണ്. ഇന്ത്യൻ യുവത്വത്തിൻ്റെ കെടാത്ത സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റി തോരാത്ത സമരം നയിക്കുന്ന യുവനായകൻ. ഈ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് മറ്റേത് കാലത്തേക്കാൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിന് നേരത്തെ ഉണ്ടായിരുന്ന നന്മകളും നേട്ടങ്ങളും നിലനിർത്തണമോ എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ 5 വർഷക്കാലത്തെ ഭരണം കേരളത്തിലെ ജനാധിപത്യ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ നേട്ടങ്ങളെയും ചോദ്യം ചെയ്യുന്ന തരത്തിൽ വളർന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഭരണഘട്ടങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത ജനോപകാരപ്രദമായ നടപടികൾ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എല്ലാം അട്ടിമറിക്കപ്പെട്ട ഒരു സാഹചര്യം ഈ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. വിലക്കയറ്റം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലെത്തിയ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ദേശീയ ദുരന്തമായ വിലക്കയറ്റം ഉണ്ടായാൽ അതിനെ തടുത്തു നിർത്താനുള്ള നിരവധി മാർഗങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിന് പരിചയപ്പെടുത്തിയതാണ്. എന്നാൽ 4 വർഷക്കാലമായി ഒരു ഉത്സവകാല ചന്ത പോലുമില്ലാതെ അക്ഷരാർത്ഥത്തിൽ കേരളം വിലക്കയറ്റത്തിൻ്റെ എരിതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു വലിയ സമരമായി ഈ തെരഞ്ഞെടുപ്പിന് ജനങ്ങൾ കാണും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രത്യേകത. ഒരു പുതിയ പോർമുഖം രാജൻ തുറന്നിരിക്കുന്നു. ഒല്ലൂരിൻ്റെ ജനഹൃദയങ്ങളിലേക്ക് ഒരു രാജവീതി. അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ ഈ യുവ നേതാവിനെ സ്നേഹപൂർവ്വം സ്വീകരിച്ചാലും